വിളിച്ചു പറയും, വെള്ളക്കൊട്ടാരത്തിന്റെ രാജകുമാരൻ എവിടെ? വെള്ളക്കൊട്ടാരത്തിന്റെ രാജകുമാരൻ എന്ന് മൊഴിയുന്ന ആ സമയത്ത് ഹദീസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഇത്തപ്പന്ന മട്ടൽ കൊണ്ട് തയ്യാറാക്കിയ ഒരു ചെറിയ പള്ളി ഇന്ന് വെള്ളക്കൊട്ടാരം തന്നെയാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങൾ അനുഗ്രഹീതമാണ്. മൊഞ്ചാക്കി, മോടി പിടിപ്പിച്ച്, വൃത്തിയാക്കി, എപ്പോഴും പോരായ്മകൾ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ സ്നേഹത്തോടെ, വീട്ടിൻ്റെ നോട്ടക്കാരി അവളാണ്, എപ്പോഴും അതിൻ്റെ ഓരോ സൗന്ദര്യം, വാങ്ങേണ്ട കർട്ടൻ ചവിട്ടി, വീട്ടിലിടേണ്ട ലൈറ്റുകൾ ഓരോന്നും അവൾ ഉണർത്തുമ്പോൾ ഒരു മടിയുമില്ലാതെ വാങ്ങിച്ചു കൊടുത്ത് വീട് ഭംഗിയാക്കുമ്പോൾ ഓർക്കണം, ആ വീട്ടിൻ്റെ ബറക്കത്ത് അള്ളാഹുവിൻ്റെ ഈ പള്ളിയിൽ നിന്നുള്ള ബറക്കത്താണ്. നമ്മുടെ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കൊന്ന് വന്നിരുന്ന് ദുആയിരക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയുണ്ടാകും. ഈ പരിശുദ്ധമായ റമദാനിൽ കുറെ ഓതലുകാരായ നമ്മുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, ഇഅ്തികാഫിരുത്തക്കാരുണ്ട്, ധാരാളം ഇബാദത്തിൽ ലയിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ചെറിയ ശബ്ദത്തിന്റെ, ഒരു വിഷമത്തിന്റെ ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് ഒത്തിരി ക്ഷമിച്ച് സഹിച്ച് അവർ സമ്പത്ത് ചിലവാക്കി കൂടെ നടന്ന് ദുആയിരന്ന് ഈ നന്മയ്ക്കായി ഒത്തിരി സഹകരിക്കുന്ന കാഴ്ച കാണുമ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇന്നലെ തറാവീഹ് കഴിഞ്ഞ് ഈ കാർപ്പറ്റ് സംവിധാനം, തുർക്കി കാർപ്പറ്റ്, നല്ല ക്വാളിറ്റിയുള്ള, ഇരിക്കുമ്പോൾ തന്നെ, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കുളിർമ. തീർച്ച ഇവിടെ ഈ മുസല്ലയിലെ ഒരു നിസ്കാരത്തിന്റെ ഭാഗത്തിൽ ആരെങ്കിലും സമ്പത്ത് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ പ്രതിഫലം, മിസ്ല സവാബ്, അവരുടെ സതുദ്ദേശങ്ങൾ സഫലീകരിക്കാൻ അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്ക് ഈ മുസല്ലയിലെ നിസ്കാര സമയം അത്രയും, ഈ ഇഅ്തികാഫിന്റെ പുണ്യ റമദാനിന്റെ ഇഅ്തികാഫിന്റെ സമയം അത്രയും ആ പ്രതിഫലത്തെ അള്ളാഹു അവരുടെ ഖബറിടങ്ങളിലേക്ക് ഒഴുക്കുമാറാകട്ടെ. തറാവീഹ് കഴിഞ്ഞ് തുടങ്ങി ഈ ജുമഅയുടെ സമയമാകുന്നത് വരെ, ഏറെക്കുറെ അടുത്ത സമയം വരെ വല്ലാത്ത റിസ്ക്കാണ്. അവർ പറഞ്ഞു, എത്രയോ വല്ല പള്ളികളിലൊക്കെ കാർപ്പറ്റ് ഇടുമ്പോഴും ഇത് വല്ലാത്തൊരു ടാസ്ക് ആയിപ്പോയി, വല്ലാത്തൊരു സംഗതിയാണ്. കാരണം ഓരോ തൂണിനും ഓരോ പ്രത്യേകമായ ഭാഗങ്ങൾ വേർതിരിച്ച് ഇങ്ങനെ കട്ടയായിട്ട് അവിടെ കട്ട് ചെയ്ത് സീറ്റിംഗ് ആക്കി നന്നായിട്ട് ഉറപ്പിച്ച് ഒട്ടിക്കണം. ചില പള്ളികളിൽ സ്ക്വയർ മാത്രമാണ്, റൗണ്ട് മാത്രമാണ്, ഒന്നോ രണ്ടോ തൂണ് മാത്രമാണ്. പക്ഷേ നമ്മുടെ പഴയകാല പള്ളി ഇതിൻ്റെ ഐശ്വര്യവും ഭംഗിയും പറയുമ്പോൾ തന്നെ ഒത്തിരി റിസ്ക്കാണ്. സൂക്ഷ്മതയോടെ ചെയ്യണം, വെപ്രാളം പിടിക്കരുതേ. പുറം പള്ളിയിലേക്കുള്ളത് ഞങ്ങൾ ജുമാ കഴിഞ്ഞിട്ട് വന്ന് ആ ഭാഗം ക്ലിയർ ചെയ്തു തരാം. ഇത്രയും സമയം അതിനുവേണ്ടി ഉറക്കുളച്ച് നിന്ന് പരിശ്രമിച്ചവർ നമ്മുടെ മുത്തവല്ലിമാരുണ്ട്, അതിൻ്റെ പണിക്കാരുണ്ട്, നമ്മുടെ മഹല്ലിലെ ധാരാളം സഹോദരങ്ങളുണ്ട്. അതിനുവേണ്ടി സമ്പത്ത് ചിലവാക്കി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഒന്ന് പറഞ്ഞവർക്ക് വേണ്ടി ദുആ ചെയ്ത് തുടങ്ങാമെന്ന് കരുതി. ഈ പള്ളിയിലെ പഴയകാല മുത്തവല്ലിമാർ, അവരുടെയൊക്കെ ഒരു ഉണർത്തലാണ്. എത്രയോ വർഷമായി ഒന്ന് പെയിന്റ് അടിച്ചാലോ, ആ ചർച്ചയൊക്കെ ഒന്നെടുത്തൊരു മുശാവറ കൂടുമ്പോൾ അതിനുവേണ്ടി സമ്പത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ആ ചർച്ചയൊന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒത്തൊരുമയോടെ നമ്മുടെ മഹല്ല് കൂട്ടമായിരുന്നു. വിദേശത്ത് നിന്ന് പ്രവാസികൾ, ഒരു സഹോദരൻ അവരുടെ ചർച്ചയിൽ അങ്ങനെ വന്നിട്ടെന്നാൽ ഒത്തിരി നാളായല്ലോ, എല്ലാം ഒന്ന് ഇവിടെ ഒരു ക്ലീനിങ് പ്രവർത്തനം നടക്കുമ്പോൾ ആ മെഷീൻ്റെ ഉള്ളിൽ കാണാം ധാരാളം ചുമന്ന പൊടി, അതിൻ്റെ നൂലുകളെല്ലാം കയറി അത്രത്തോളം, അത് 8 വർഷത്തോളം ആയല്ലോ. അപ്പം അതൊന്ന് മാറ്റിയാലോ? അപ്പം അതിന് സമ്പത്ത് വേണ്ടേ, വലിയൊരു എമൗണ്ട് വേണ്ടേ? ഇൻഷാ അല്ലാഹ് കഴിയും നിലക്ക് പ്രവാസികളിൽ നിന്ന് ഒരു പിരിവെടുക്കാം. ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ വാക്ക് ഒരു ശക്തിയാണ്. ഇവിടെ ഒന്ന് ചർച്ച ചെയ്തപ്പോൾ, മുശാവറ കൂടിയപ്പോൾ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്നത്, അവരുടെ പ്രിയപ്പെട്ട നട്ടുവളർത്തി വെള്ളം കോരി ഒഴിക്കാൻ കെറ്റിലിൽ വെള്ളം എടുത്തു കൊടുത്ത വാപ്പ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി, ഞങ്ങളുടെ ശരീരത്തിന്റെ പച്ചപ്പിന് വേണ്ടി ദുആ ചെയ്ത മാതാപിതാക്കൾക്ക് വേണ്ടി, അവർക്ക് മഗ്ഫിറത്തിനായി ഈ അള്ളാഹുവിന്റെ പള്ളിയിൽ, ഈ പരിശുദ്ധമായ ഈ മുസല്ലയിൽ, ഈ അലങ്കാരത്തിന്റെ പള്ളിയിൽ ഇവിടെ ഇബാദത്ത് നടക്കുന്ന അത്രയും സമയം അവർക്കതിന്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് ജാരിയായ സ്വതക്കയായി കരുതി ധാരാളം പേര് സ്വതക്കകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചെക്കാണ് തരണേ എന്ന് പറഞ്ഞു. കാര്യം മനസ്സിൽ കരുതുന്നത് ചെല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് 1000 കിട്ടിയെങ്കിൽ എന്നാണ്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ചെക്കാണ്, ഇൻഷാ അല്ലാഹ് 10,000 രൂപയാണ്. കേൾക്കുമ്പോൾ എന്തോരം സന്തോഷമാണ്. ഒരു മടിയില്ലാതെ പള്ളിക്ക് വേണ്ടി നിങ്ങളിങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് തരാൻ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്, വരേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തരുടെയും റബ്ബടെ വളരെ റാഹത്താണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നബിയുനാ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു, പരിശുദ്ധമായ ഫദീലത്തായ റമദാനിനെ കുറിച്ച്. റമദാൻ 3 പത്തുകൾ കൊണ്ട് നിങ്ങൾക്ക് തണലിട്ട് നൽകിയ അനുഗ്രഹീത മാസമാണ്. അള്ളാഹു ഒരു വലിയ തണൽ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ചുട്ടുപൊരിയുന്ന വല്ലാത്ത ചൂടിന്റെ സമയത്ത്, ഊശ്വരമായി ഭൂമിയൊക്കെ ഉണങ്ങി വരണ്ടു പോകുന്ന സമയത്ത്, ഒരല്പം പോലും ഒന്നിറങ്ങി നടക്കാൻ പ്രയാസം തോന്നുന്ന സമയത്ത്, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മാവിന്റെ ഒരു വലിയ മാവ്, ആ വൃക്ഷത്തിന്റെ തണലിൽ കസേരയിട്ടിരിക്കാൻ എന്തോ ഒരു സുഖമാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങളാരും വീട്ടിന്റെ മുന്നിൽ നിന്ന് മുറിച്ചു മാറ്റൂലല്ലോ. എന്തൊരു അനുഗ്രഹമാണ്. തണല് നൽകി എന്ന് പറയുമ്പോ ഈ ചൂടിന്റെ ശക്തമായ സൂര്യതപമേറ്റ് പ്രയാസപ്പെടുന്ന ഈ സമയത്ത് ഓർക്കാം തണലിന്റെ വിലയെന്തെന്ന്. അള്ളാഹു നിങ്ങൾക്ക് മഹ്ശറാകുന്ന വേൾഡ് കോർട്ടിൽ ഒരു തണല് നൽകുമെന്നാണ്. ആ തണല് 3 പത്തിന്റെ തണലാണ്. ഒന്ന് അള്ളാന്റെ കാരുണ്യത്തിന്റെ തണലാണ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ തണലാണ്, അള്ളാഹുവിന്റെ നരകമോചനത്തിന്റെ തണലാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അള്ളാഹു ഈ തണല് നമുക്ക് നൽകുമ്പോൾ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു. ഓരോ റമദാനിലും എപ്പോഴും കേൾക്കുന്ന ഹദീസ്. പക്ഷേ കേൾക്കുമ്പോൾ വീണ്ടും ആവേശം വരുന്നത് മുഅ്മിനാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഒരു പ്രത്യേകമായ ഇബാദത്താക്കി സക്കാത്തിന്റെ ഞാൻ പ്രതിഫലം തരുമെന്ന് അള്ളാഹു പറയുന്നില്ല. പ്രത്യേകമായി എടുത്ത് നോമ്പിന് മാത്രം ഒരു പ്രത്യേകത, ഞാനാണ് അതിന് പ്രതിഫലം നിശ്ചയിക്കുന്നതെന്ന് അള്ളാഹു പറയുന്നു. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വിഷയം, നിസ്കാരത്തിന്റെ വിഷയം, ഒരു പുഞ്ചിരിയോടുകൂടെ ഒരു മുഅ്മിനിന്റെ മുഖത്തേക്കുള്ള നോട്ടം, എത്രയോ ഇബാദത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അല്ലാഹു പറയുന്നു, നിന്റെ നോമ്പ് എനിക്കറിയാമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥമെന്ന്. ഇതിന് തഫ്സീർ മഹത്തുക്കൾ ഖുർത്തുബി റളിയല്ലാഹു അൻഹു അതിന് വിശദീകരണം കൊടുക്കുന്നത് കാണാം. അത്ഭുതകരമാണ്. ഓരോ ചിന്തയും ആഴത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. എന്തിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞതെന്ന്, അത് വലിയൊരു രഹസ്യമാണെന്ന്. അള്ളാഹു പറഞ്ഞത് കേട്ടു. യഖൂലുല്ലാഹു അസ്സ വജല്ല അസ്സൗമു ലീ അന അജ്സി ബിഹി യദഉ ശഹ്വതഹു. ഒന്നാമത്തെ വിഷയം അതാണ്. അള്ളാഹു എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? റമദാൻ എത്തുമ്പോൾ തലനോമ്പ്, 3 തലനോമ്പ്, ആ സമയത്തൊരാവേശം. ഒന്നാമത്തെ നോമ്പിന്റെ സമയത്ത് വല്ലാത്തൊരാവേശം, പള്ളി നിറഞ്ഞു കവിയുകയാണ്, ഇബാദത്തിന്റെ വല്ലാത്തൊരാവേശമാണ്. ചില ഉപ്പമാരുടെയൊക്കെ അഭിപ്രായം 3 ദിവസം തലനോമ്പ് എന്ന് പറയും. അന്ന് ഭയങ്കര ആവേശമാണ്. 3 കഴിഞ്ഞാൽ ഉത്സവത്തിന്റെ കൊടിയിറങ്ങും പോലെ മെല്ലെ 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 ആളുകൾ കൊഴിഞ്ഞു തുടങ്ങുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. ആ സമയത്ത് ഒരു നോമ്പുകാരൻ അവന്റെ ശഹ്വത്തിനെ, ആശകളെ അവൻ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് ഞാൻ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞത്. അവന്റെ ആഗ്രഹങ്ങളെ, മോഹങ്ങളെ പിടിച്ചു കെട്ടിയത് കൊണ്ടാണ്. അല്ല, ഇതിന് തണുത്ത വെള്ളം എന്ന് പറയുമ്പോ, ഈ ചൂട് സമയത്ത് തണുത്ത വെള്ളം എന്ന് പറയുമ്പോ ആരുണ്ട് നിന്നെ ചോദ്യം ചെയ്യാൻ? നിന്റെ വീട്ടിന്റെ റെഫ്രിജറേറ്ററിൽ ഇരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമെടുത്തൊന്ന് കുടിച്ചാൽ ആരുണ്ട് കാണാൻ? കട്ടു കുടിച്ചാൽ കാണും? ആരും കാണൂല. പക്ഷേ നോമ്പുകാരെ, ഹൈ BP അടിച്ച് ഷൂട്ട് ചെയ്ത് കയറിയിട്ട് തലപെരുപ്പോടെ വായ ഉണങ്ങിയിട്ട് ഡയബറ്റിക്കുകാരെ, രോഗികളെ, പ്രയാസപ്പെടുന്നവരെ, അത്താഴത്തിന്റെ സമയത്ത് തന്നെ ഇങ്ങ് പ്രദോഷം വരെ എനിക്ക് പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് ഗുളിക കഴിച്ചിട്ട് പിടിച്ചു നിൽക്കുന്നവരെ, നിങ്ങൾക്ക് ആ വെള്ളത്തിന്റെ വിലയറിയാം. ശഹ്വത്തിനെ പിടിച്ചൊതുക്കിയത് എന്റെ റബ്ബെനിക്ക് എന്തോ തരുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് വലിയ പ്രതിഫലം. അതിന്റെ കണക്കാരാണ് നിശ്ചയിക്കുന്നത് അല്ലാഹുവാണ്. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅക്ലഹു വശുർബഹു മിൻ അജ്ലി, എന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവൻ തീറ്റയെ മാറ്റിവെച്ചത്. മുറുക്കാൻ ചവച്ചില്ലല്ലോ റബ്ബേ. പോട്ട് തമാശക്കാണെങ്കിലും ദീനെ കളിയാക്കണ കുറെ വീഡിയോ ഇറങ്ങുമ്പോഴും ചിരിച്ചുപോയി. എന്നാലും പറയാം, സിഗരറ്റ് പിടിച്ചു നിർത്തല്ലേ? നോമ്പ് തുറന്ന് ഈത്തപ്പഴത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണ മുമ്പ് വലിച്ചിട്ടോളാൻ വയ്യാതെ ഓടും. വല്ലാതെ പിടിച്ചു നിർത്തിയത്
സിഗരറ്റ് വലിക്കാതെ പിടിച്ചു നിന്നത്, മുറുക്കാൻ ചവയ്ക്കാതെ പിടിച്ചു നിന്നത്, ഹറാമുകളിൽ നിന്ന് മാറി നിന്നത്, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയത്, എന്നോടുള്ള ഹുബ്ബ് കൊണ്ട്, അജലി എന്നോടുള്ള ആവശ്യത്തെ എൻ്റെ ഇഷ്ടം കൊണ്ട്, അതുകൊണ്ട് അതിന് പ്രതിഫലം ഞാൻ നിശ്ചയിക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅനാഹു യുസീബു അലൈഹി ബിഗൈരി തഖ്ദീരിൻ. ഖുർതുബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ തരും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം റബ്ബ് പറയുന്നത് ബിഗൈരി തഖ്ദീർ, നിശ്ചയിക്കാൻ നിനക്ക് പറ്റൂല. എന്റെ നോമ്പിന്റെ പ്രതിഫലമല്ല, മുഅദ്ദിൻ ഉസ്താദിന്റെ നോമ്പിന്റെ പ്രതിഫലം. മുഅദ്ദിൻ ഉസ്താദിന്റെ നോമ്പിന്റെ പ്രതിഫലമല്ല, ഈ പള്ളിയിലെ 5 വക്ത് ഇബാദത്തിനെത്തുന്ന ആബിദിന്റെ പ്രതിഫലം വ്യത്യസ്തമാണ്. അവരുടെ നീയത്തിന്റെ പ്രതിഫലമാണ്, അവരുടെ സൂക്ഷ്മതയുടെ പ്രതിഫലമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ധാരാളം നോമ്പുമായി പറയാൻ ലക്ഷക്കണക്കിന് ഹദീസ് ഉണ്ടാവും. പക്ഷേ അതിലൊരു ഹദീസ് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ തട്ടണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, ഓ മുആദേ, അമലുകളെല്ലാം അള്ളാഹു ഓരോ ദിവസത്തെയും നിന്റെ അമല് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് 7 ആകാശം കടന്ന് റബ്ബിന്റെ സന്നിധിയിലേക്ക് അത് പോകേണ്ടതുണ്ട്. മുആദേ, പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മളിങ്ങനെ ആറ്റിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആലങ്കോട് ചെറിയ സിഗ്നലുണ്ട് നമ്മുടെ സെൻട്രൽ ഹോട്ടലിന്റെ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ടൊരു 100 മീറ്റർ കഴിയുമ്പോൾ അടുത്ത സിഗ്നലുണ്ട്. അതിങ്ങനെ കത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരൽപ്പം മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ചുവപ്പ് കത്തുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു മിന്നായം വരും. അല്ലാഹു പഠിച്ചൻ, ഇനി ഇവിടെ കിടക്കണമല്ലോ. പക്ഷേ അവിടെ കത്തുമ്പോൾ, അവിടെ ഗ്രീൻ കത്തുന്ന സമയത്ത് ഇവിടെയും ഗ്രീൻ ആണെങ്കിൽ ഒരു പറപ്പിക്കലുണ്ട്, വിട്ടൊരു പോക്കുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പരിശുദ്ധമായ നിന്റെ ഇബാദത്തിനെ 1-ാം ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ കൂട്ടിക്കിഴിച്ച് മുഴുവനെയും ചോദ്യം ചെയ്യുന്ന മലക്കുകൾ ഓരോ സ്ഥലത്തും ഉണ്ടാകും. മുആദേ, 1-ാം ആകാശത്തുണ്ടാകും. നിന്റെ അമലുകൾ നോക്കാൻ, നിന്റെ ഹസദ്, അമലിൽ വന്ന ഹസദ്, നീ ഓരോ ദിവസവും ഹസദിന്റെ ആളാണോ അസൂയയുടെ ആളാണോ ചോദ്യം ഉണ്ടാവും. എന്നിട്ട് നിന്റെ അമലിനെ അവിടെ വെച്ച് തട്ടിക്കളയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2-ാം ആകാശത്ത് ചോദ്യം ഉണ്ടാവും. 7 സ്ഥലത്തും നിന്റെ നിഫാഖിനെ കുറിച്ച് ചിന്തയുണ്ട്, ചർച്ചയുണ്ട്, നമീമത്തിനെ കുറിച്ചുണ്ട്, പ്രശ്നത്തിനു വേണ്ടി ഫിത്നയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിനെ കുറിച്ചുണ്ട്, അതുപോലെ പരദൂഷണമുണ്ട്, നിന്റെ പച്ചമാംസം തിന്നുന്ന പരദൂഷണത്തെ കുറിച്ച് ചോദ്യമുണ്ട്. ഓരോ ആകാശത്തിലും ഹിസാബുണ്ട്. നീ പോലും അറിയാതെ നീ പെട്ടുപോയ വിപത്തുകളെ കുറിച്ച് ചോദ്യമുണ്ട്. എല്ലാം ചോദിച്ച് 7 ആകാശങ്ങളും കടന്ന് നിന്റെ ഒരു അമല് പൊന്തിപ്പോണ രംഗമൊന്നും ഓർക്ക് പോവില്ല. എൻ്റെ ഒരൊറ്റ അമല് 1-ാം ആകാശത്തെത്തുമ്പോ തന്നെ വീണുടഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു സലാമത്താക്കി തരട്ടെ. എൻ്റെ ഭാര്യ എന്നോട് എപ്പോഴും പറയും, നിങ്ങൾ അയാളെ ചീത്ത വിളിക്കുന്നു. ഞാനിങ്ങനെ ചീത്ത വിളിക്കാൻ വേണ്ടി നാക്കുവന്നു, ഞാനിങ്ങനെ വിളിക്കണോ, ഒന്ന് വിളിച്ച് പിന്നെ അവൾ പിറ്റേ ദിവസം പറഞ്ഞ് അയാളെയും കൂടെ ചീത്ത വിളിക്കുന്നതാണ്. ഞാൻ വീണ്ടും ചീത്ത വിളിക്കാൻ നേരത്തെ എന്നെ വല്ലാണ്ട് പിടിച്ച് മനസ്സ് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണം വിളിക്കണോ, വിളിക്കും, എൻ്റെ പൊന്നു ഭർത്താവല്ലേ, വിളിക്കും. ഞാൻ വീണ്ടും ചീത്ത വിളിച്ച് ഇവളിങ്ങനെ വിളിപ്പിച്ച് ഞാൻ അവളോടൊപ്പം, ഞാൻ ഉദാഹരണം ഉണർത്തുകയാണ്, ഞങ്ങൾ രണ്ടുപേരും വലിയ ചീത്ത വിളിക്കാരായി മാറി. ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നു, ഞാൻ എൻ്റെ മോശത്തരത്തിൽ നിന്ന് മാത്രമേ എന്നിൽ ഫിത്നയും തിന്മയും ഉണ്ടാകൂ. എന്നെ പ്രേരിപ്പിച്ചത് കൊണ്ട് മാത്രം എന്ന് പറയരുത്. എന്റെ ഭാര്യ എന്നും പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ തിന്മ ചെയ്തത് എന്ന് പറയരുത്. ഞാൻ തന്നെ മോശക്കാരനായത് കൊണ്ടാണ് ഈ പരിശുദ്ധ റമദാനാകുമ്പോഴും പിശാചിനെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് പോലും എന്നിൽ തിന്മയുണ്ടാകുന്നത് ഞാൻ തന്നെ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രേരണ കൊണ്ട് എന്ന് പറയരുത്. ഒരാൾ എപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയരുത്. സൂക്ഷിക്കണം. ഓരോ ആകാശത്തിന്റെ പടവുകൾ താണ്ടി ഈ നന്മ ആകാശത്തിൽ റബ്ബിന്റെ സന്നിധിയിലെത്തുമോ? എങ്ങനെയാണ് നബിയേ സലാമത്താകുന്നത്? എങ്ങനെ നബിയേ? മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എനിക്കൊരു അമലും സ്വീകരിക്കൂല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. മുആദ് കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, ഒരു അമലങ്ങ് പറഞ്ഞു തരട്ടെ, 7 ആകാശവും കടന്നു പോകാൻ നീ നാവിനെ സൂക്ഷിച്ചാൽ മാത്രം മതി. ഈ റമദാനിലെ ഏറ്റവും നല്ല സൽക്കർമ്മം. എത്രയോ ഖുർആൻ ഓത്തുകാർ, എത്രയോ ഇബാദത്ത് ചെയ്യുന്നവർ നാക്ക് കൊണ്ട് വായ കൊണ്ട് പറയാൻ പറ്റുന്ന ദിക്റും സ്വലാത്തും ഖുർആനോത്തും മറ്റു ധാരാളം നന്മകളും, നന്മ ഉപദേശിക്കലും, നന്മ പറയലും, ചിന്തിക്കലും, ചലന നിശ്ചലനങ്ങൾ ഇബാദത്താക്കിയവർ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാവൊന്ന് സൂക്ഷിച്ചാൽ മതി മുആദേ. പിന്നീട് മുആദ് റളിയല്ലാഹു അൻഹു ചരൽ കല്ലുവാരി
വായയിലിട്ടിട്ട് നടന്നു നബി മുഹമ്മദ് മുസ്തഫ. പറയാന് പൊന്തുമ്പോ, നാക്ക് പൊന്തുമ്പോ, നാവിലെ ചരൽക്കല്ല് നിറഞ്ഞു നിൽക്കുമ്പോ ഇപ്പൊ ഇത് പറയണോ വേണ്ടേ ചിന്തിച്ചു പോകും. ഒഴിവാക്കും, തിന്മകൾ ഒഴിവാക്കും. അള്ളാഹുവേ, ഈ റമദാൻ നമുക്ക് അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അജലി, എൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നിട്ട് ധാരാളം ഇബാദത്ത് റമദാനിൽ ചെയ്തു. എന്താ ഇബാദത്ത്? റബ്ബിന്റെ പൊരുത്തത്തിൽ നെയ്യത്ത് നന്നാക്കി ചെയ്യുന്നതെല്ലാം ഇബാദത്ത്. കൂടുതലൊന്നും പറയണ്ട. നോമ്പൂറ മാത്രമല്ല, എല്ലാ പ്രവർത്തനവും ഇബാദത്ത്. റബ്ബിൻ്റെ ഖലാസിലും റബ്ബിൻ്റെ പൊരുത്തത്തിലും മാത്രം ചെയ്തോ. പ്രഹസനമൊന്നും വേണ്ട, ആരും പൊക്കി പറയാൻ വേണ്ട, ആരും സോഷ്യൽ മീഡിയയിൽ വലിയ അഡ്രസ് ആക്കുകയും വേണ്ട. ഒറ്റ നിയ്യത്തെ എനിക്കുള്ളൂ. ഈ പറയുന്ന ഞാൻ പേടിയോടെ പറയുന്നു, നിയ്യത്ത് നന്നാക്കി എല്ലാ അമലും ചെയ്തോ. കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകും. ഹിസാബിന്റെ സമയത്ത് നമ്മുടെ നിയ്യത്തിനാണ് പ്രതിഫലം. അള്ളാഹു നമ്മുടെ നിയ്യത്ത് നന്നാക്കി തരുമാറാകട്ടെ. ധാരാളം മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സ്വതക്കുകൾ, സംഭാവനകൾ നൽകി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. കാർപ്പറ്റ് പെയിന്റിങ്, മദ്രസ നിർമ്മാണ ഫണ്ടിലേക്ക്, കാർപ്പറ്റ് ഇടുന്നതിലേക്ക് നസീർ NS ബില്ല കപ്പാമ്പിള 5000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. കാർപ്പറ്റ് ഇടുന്നതിലേക്ക് സജ്ജാദ് മൻസിൽ 500 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നെയ്നാങ്കോണം തക്യാവിലേക്ക് ഈന്തപ്പഴം ഫ്രൂട്ട്സ് സംഭാവന. ബഷീർ ഡീസന്റ് മുക്ക്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മുഹമ്മദ് റഷീദ് മേലാച്ചിക്കൂന്ന് 5000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ കുടുംബാദികളുടെ എല്ലാം മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. ശിഹാബുദ്ദീൻ കാഞ്ഞിരമ്പിള 5000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അവരുടെ എല്ലാം സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. മദീനയിൽ മരണപ്പെട്ട നാസറുദ്ദീന് വേണ്ടി ദുആ ചെയ്യാൻ മകൻ 501 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അനുഗ്രഹീത ഭൂമിയിൽ നിന്നുള്ള നസ്റും മദദും ബറക്കത്തും പാപികളായ നമുക്ക് അള്ളാഹു നസീബാക്കുമാറാകട്ടെ. ആ പിതാവിന് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ഭാര്യ 501 രൂപ സംഭാവന. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. യൂനുസ് കുഞ്ഞ് റോഡുകള മരണപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാൻ 4000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കട്ടെ. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരിഫ ബീവി എള്ളുവിള 2 ദിവസത്തെ നോമ്പ് തുറയിൽ 2000 രൂപ സംഭാവനയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. റയ്യാനിന്റെ ബാബിലൂടെ അവരെ അള്ളാഹു വിളിക്കട്ടെ. അവർക്ക് രോഗിയായി കഴിയുന്ന പ്രിയപ്പെട്ട മകൻ അള്ളാഹു പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. മദ്രസ നിർമ്മാണത്തിലേക്ക് സലീം റോഡുവിള 12500 രൂപ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൽമിന്റെ കാലമത്രയും കുരുന്നു മക്കൾ പഠിക്കുന്ന പരിശുദ്ധ ഇൽമിന്റെ പ്രതിഫലം മിസ്ര സവാബ് അള്ളാഹു കുടുംബത്തിന് നൽകി സന്തോഷിപ്പിക്കട്ടെ. മരണപ്പെട്ട മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ സലീം വിളയിൽ 1000 രൂപ സംഭാവന. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് കുടുംബൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഷാജഹാൻ കുഴിവിള 500 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കട്ടെ. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഷാജഹാൻ ഷഫീഖ് മൻസിൽ 5000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കട്ടെ. സദുദ്ദേശങ്ങളെ അള്ളാഹു സഫലീകരിക്കട്ടെ. നജീബ് ആറാറുമില്ല പയ്യറ്റുവിള 15000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ആമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. സദുദ്ദേശങ്ങളെ അള്ളാഹു സഫലീകരിക്കുമാറാകട്ടെ. സുബൈറുദ്ദീൻ വടക്കതിൽ 2000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അവരുടെ എല്ലാം സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. ജുബൈറ ബീവി തടത്തിൽ വീട് 500 രൂപ സംഭാവന. ഉംറയിൽ യാത്രയിലാണ്. അള്ളാഹു അവരുടെ യാത്രയിൽ ബറക്കത്ത് ചൊരിയട്ടെ. അവരുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർക്കും നമുക്കും ഇവിടെ ലിസ്റ്റ് വായിച്ച എല്ലാവർക്കും മഹല്ല് നിവാസികൾക്കും മുഴുവൻ പേർക്കും ഒന്നടങ്കം അള്ളാഹുവെ ധാരാളം നന്മകൾക്ക് തൗഫീഖ് നൽകണം. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഹറമീൻ ശരീഫൈനിൽ പരിശുദ്ധ ഇബാദത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് ഒരുക്കണേ റഹ്മാനെ. ഒരു സഹോദരി കാർപ്പറ്റിലേക്ക് 2500 രൂപ സംഭാവന. അള്ളാഹു കബൂലാകട്ടെ. ആ സഹോദരിയുടെ സന്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. ഒരു സഹോദരൻ മുക്കുകടയിൽ കാർപ്പറ്റിലേക്ക് 10000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. കുടുംബത്തിന്റെ സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. നസീർ റാഷിദ് മൻസിൽ കാർപ്പറ്റിലേക്ക് 5000 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കട്ടെ. റബ്ബ് സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ പള്ളിയിലേക്കുള്ള നന്മയ്ക്കായി ഒരു മടിയുമില്ലാതെ എടുത്തു നൽകിയോ അള്ളാഹുവെ ഇരട്ടിക്കിരട്ടിയായി തിരികെ നൽകണ റഹ്മാനെ. അവരുടെ നിയ്യത്തുകൾ ഖബൂലിയത്ത് നൽകണ റഹ്മാനെ. മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ സജീന കാഞ്ഞിരമ്പള 500 രൂപ സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ.
അള്ളാഹു സ്വീകരിക്കട്ടെ. സമ്പത്ത് ഇരട്ടിക്കിരട്ടിയായി നൽകട്ടെ. ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഈ നന്മകൾക്കെല്ലാം പകരമായി ഇരുലോക വിജയം അള്ളാഹു നസീബാക്കട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കു വേണ്ടിയും ദുആ ചെയ്യാൻ ശിഹാബുദ്ദീൻ മണ്ണാങ്കടയ്ക്കൽ 500 രൂപ സംഭാവന അള്ളാഹു കബൂലാകട്ടെ. സന്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. അവരിൽ രോഗികളായി കഴിയുന്നവർക്കെല്ലാം അള്ളാഹു ശിഫാവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മദ്രസ ഫണ്ടിലേക്ക് സൈനുദ്ദീൻ KK കോളം 2500 രൂപ സംഭാവന മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹുവേ മഗ്ഫിറത്ത് നൽകണേ, അള്ളാഹ് റഹ്മത്ത് നൽകണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസ് നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാൻ. ഞങ്ങളെ ഖൈറിന്റെ അഭിലാഷാക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാനാണ്, ഞങ്ങൾക്കുള്ള പ്രതിഫലം റബ്ബേ നീയാണ് നൽകുന്നത്. ഒരു അമലും ഞങ്ങളിലില്ല. ഞങ്ങളുടെ നോട്ടം തെറ്റാണ്, ഞങ്ങളുടെ ചലനം തെറ്റാണ്, ഞങ്ങളുടെ പ്രവർത്തനം തെറ്റാണ്, ഞങ്ങളുടെ വാക്കുകൾ മോശത്തരമാണ്. പൊറുക്കണേ റബ്ബേ. ധാരാളം ഖുർആൻ ഓതാൻ തൗഫീഖ് താ റബ്ബേ. സ്വലാത്തുകൾ ധാരാളം പെരുപ്പിക്കാൻ തൗഫീഖ് താ റബ്ബേ. ഈ റമദാനിലെ കണക്കെടുക്കുമ്പോൾ ഞങ്ങളുടെ നാവുകൊണ്ട് ഖുർആനും ദിക്റും സ്വലാത്തും നല്ല വർത്തമാനങ്ങളും നിന്റെ പൊരുത്തപ്പെട്ട അമലുകളുമാക്കി ഞങ്ങളെ നീ സ്വീകരിച്ച് നീ തന്നെ ഞങ്ങളുടെ നോമ്പിന് പ്രതിഫലം തരണേ നാഥ. സ്വീകരിക്കണേ നാഥ. ഇഖ്ലാസുൽ അമലാക്കി തരണേ നാഥ. ഈ പുണ്യ റമദാനിൽ പള്ളിയെ അലങ്കരിക്കൽ അനുഗ്രഹീത പ്രവർത്തനമാണ്. അതിനുവേണ്ടി ആരൊക്കെ ഒരുങ്ങിയോ നീ കബൂലാക്കണേ റബ്ബേ. പ്രവാസികളുടെ ചർച്ച അല്ലാഹുവേ, ഈ നന്മയ്ക്കു വേണ്ടി അവരുടെ പരിശ്രമമുണ്ടല്ലോ, അതിൽ നിന്നാണ് തുടക്കം കുറിച്ചത് നാഥ. പള്ളിക്ക് വേണ്ടി ആരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സമ്പത്ത് കൊണ്ട് കൂടെ ചേർന്നോ, കുറവാക്കല്ലേ അല്ലാ. ഇരട്ടിക്കരട്ടിയായി പകരം നൽകണേ അല്ലാ. ഇരുലോക വിജയം നൽകണേ അല്ലാ. ഞങ്ങളിവിടെ ലിസ്റ്റ് വായിച്ചവരും വാഗ്ദാനം ചെയ്തിട്ടുള്ളവരും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പള്ളിയിലെ ഇബാദത്തിന്റെ കാലം അത്രയും മിഥില സവാബ് അവരുടെ കുടുംബങ്ങളിലേക്ക്, മരണപ്പെട്ടു പോയവരിലേക്ക് ഒഴുക്കണം നാഥ. അണമുറിയാത്ത പ്രതിഫലമാക്കണേ നാഥ. ജന്നാത്തുൽ ഫിർദൗസ് അവർക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ മർഹമത്തിന്റെ നോട്ടം നോക്കണേ നാഥ. അവരോടൊപ്പം ഞങ്ങളെയും സുന്ദര സുമനത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ അമലുകൾക്ക് വേണ്ടി ഒരു വാക്കുകൊണ്ടൊന്ന് പറയുമ്പോൾ ഒരു മടിയുമില്ലാതെ സ്വീകരിച്ച് ആവേശത്തോടെ ഈ നന്മകളിലേക്ക് മനസ്സ് വയ്ക്കുന്നവർ, അവരുടെ നിയ്യത്തിനാണ് പ്രാധാന്യം. സ്വീകരിക്കുന്ന നിയ്യത്താക്കണേ റബ്ബേ. ഇതിൽ പരിശ്രമിക്കുന്ന എല്ലാവർക്കും നിയ്യത്തിന്റെ ഖബൂലിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇഖ്ലാസ് തരണേ റഹ്മാനെ. ഞങ്ങളിൽ ഒരു പ്രഹസനത്തിന്റെ ഒരു പ്രവർത്തനം വെക്കല്ലേ റബ്ബേ. അഡ്രസ്സിനായിട്ടൊരു ചിന്ത വെക്കല്ലേ റബ്ബേ. നിന്റെ പൊരുത്തത്തിനാക്കി താ റബ്ബേ. പഴയ കാലം മുതൽ ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹത്തുക്കളായ മുത്തവല്ലിമാര് മണ്ണറയിലുണ്ട്. മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്. ഹയാത്തിലുള്ളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റബ്ബേ. പ്രായമുള്ള ഉപ്പമാരുണ്ട്, നീ നിലനിർത്തണേ റബ്ബേ. മസ്ജിദിന്റെ വിളക്കുകളാണ് 5 വഖത്ത് പള്ളിയിലെത്തുന്നവരെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റബ്ബേ. പഴയകാലം മുതൽ പള്ളിയിൽ നന്മയ്ക്കു വേണ്ടി പ്രബോധനം നടത്തിയ മഹത്തുക്കളായ ഉലമാക്കൾ, റബ്ബാനിയ ഉലമാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റബ്ബേ. ഹയാത്തിലുള്ളവർക്കെല്ലാം ആഫിയത്ത് നൽകി റബ്ബേ. നിന്റെ പൊരുത്തം നൽകി റബ്ബേ. മരണം വരെ നല്ല തെളിഞ്ഞ ഓർമ്മശക്തി നൽകി റബ്ബേ. ഞങ്ങളുടെ റമദാനിലെ നോമ്പ് തുറയ്ക്ക് വേണ്ടി ആരൊക്കെ ചേർന്നോ അവർക്കെല്ലാ ഖൈറും നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തരുന്നവരും വിളമ്പുന്നവരും പാചകം ചെയ്യുന്നവരും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കെല്ലാം നൽകണം റഹ്മാനെ. അവിടുന്ന് കാവൽ തേടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം കാവൽ നൽകണം റഹ്മാനെ. റമദാന്റെ റഹ്മത്തിന്റെ പത്ത് ഞങ്ങൾക്ക് ധന്യമാക്കി താ അല്ലാഹ്. ബിഹഖിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.